നിഷാദ് റാവുത്തർ തുടരുന്നുണ്ട്. നിഷാദ്, ഇതിപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ ഈ വിലാപയാത്ര ആലപ്പുഴ എത്തും എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വിചാരിക്കാൻ വയ്യ. എല്ലാ വിലാപയാത്രകളും അങ്ങനെയാണ്. പക്ഷേ VS-ൻ്റേത് കുറെ കൂടി ഒരു വൈകാരിക തലങ്ങളിലേക്ക് എത്തും. ഇനിയിപ്പോൾ മുന്നോട്ട് പോകവേ വികാരനിർഭരമായ പല രംഗങ്ങളും നമ്മൾ കാണേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് ഈ യാത്ര മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒന്നായി കാണുന്നുണ്ടോ? സൈഫു, മുൻനിശ്ചയിച്ച പ്രകാരം സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന ചോദ്യം അപ്രസക്തമാണ് ഇപ്പോൾ തോന്നുന്നു. കാരണം അത്ര വലിയ ആൾക്കൂട്ടത്തെ നമ്മൾ വഴിയിലെമ്പാടും കാണുകയാണ്. തിരുവനന്തപുരം നഗരത്തിന്റെ ആദ്യത്തെ 3 പോയിന്റുകൾ പോലും സമയബന്ധിതമായി കടന്നു പോകാൻ കഴിയുന്നില്ല. തെരുവോരത്ത് മുഴുവൻ മനുഷ്യർ കാത്തു നിൽക്കുന്നു, അന്ത്യോപചാരം അർപ്പിക്കാൻ എന്നതാണ്. പൂക്കളറിയാൻ കാത്തു നിൽക്കുന്നു, മുദ്രാവാക്യങ്ങളുമായി കാത്തു നിൽക്കുന്നു. വളരെ സ്ലോയിലാണ് ഇപ്പോൾ ഇത് മൂവ് ചെയ്യുന്നത്. വലിയൊരു വാഹന വ്യൂഹമാണ്, വലിയൊരു കോൺവോയാണ്. അപ്പോൾ അത് വളരെ പതിയാണ് മൂവ് ചെയ്യുന്നത്. മാധ്യമങ്ങളുടെ വാഹനമുണ്ട്, പാർട്ടി വാഹനമുണ്ട്, സർക്കാരിൻ്റെ ഔദ്യോഗിക സെക്യൂരിറ്റി വാഹനങ്ങളുണ്ട്. അതിൻ്റെ പുറമെ ഈ ബസ് നീങ്ങുന്നത് വളരെ പതിയാണ്. അതിൻ്റെ കൂടെ തെരുവിൽ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ആളുകൾ കാത്തു നിൽക്കുന്നു. VS-ന് അനന്തപുരിയിൽ നിന്ന് തലസ്ഥാന നഗരത്തിൽ നിന്ന് വിട ചൊല്ലാൻ. ഇതിന് മുൻപുണ്ടായിരുന്ന 3 സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള പൊതുദർശന സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അതിൽ കൂടുതൽ ആളുകൾ തെരുവ് നിറഞ്ഞൊരു കടല് പോലെ കാത്തു നിൽക്കുന്നു. VS-നെ കാണാൻ, ഒരു മുദ്രാവാക്യം വിളിക്കാൻ, വിട ചൊല്ലി മറയാൻ. അപ്പോൾ ആ കാഴ്ച നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തുമാത്രം വലിയ ഒരു ഫിഗറായിരുന്നു VS എന്ന്, എന്തുമാത്രം വലിയ അടയാളം മനുഷ്യരുടെ മനസ്സിൽ വരച്ചു വെച്ചിട്ടാണ് VS അച്യുതാനന്ദൻ പോകുന്നതെന്ന് ഈ തെരുവ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അദ്ദേഹം ഇടപെട്ട ജീവിത മേഖലകളെ റെപ്രസെന്റ് ചെയ്യുന്ന എത്രയോ മനുഷ്യർ ഏതെല്ലാം വഴികളിലൂടെ ഒഴുകിയെത്തുന്നു ഇവിടേക്ക് അവസാനത്തെ ഒരു ഗുഡ് ബൈ പറയാൻ. VS അച്യുതാനന്ദൻ ഇടപെട്ട കാര്യങ്ങൾ നേരത്തെ സംസാരിക്കുമ്പോഴല്ലോ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കകത്ത് ഇച്ഛാശക്തിയോടെ ഇടപെട്ട ഒരു നേതാവായിരുന്നു അദ്ദേഹം. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സുശക്തമായി നിലകൊണ്ട ആളായിരുന്നു അദ്ദേഹം. വർഗീയതക്കെതിരായിട്ട് കടിശമായി നിലകൊണ്ട ആളായിരുന്നു അദ്ദേഹം. അങ്ങനെ കേരളം ആവശ്യപ്പെട്ട ഒന്ന്, നമ്മൾ പറയുമല്ലോ കേരളത്തിന്റെ മതനിരപേക്ഷ പുരോഗമന കേരളം, ആ കേരളത്തെ സൃഷ്ടിക്കുന്നതിനാവശ്യമായ ഐഡിയോളജികൾക്കൊപ്പം അതിശക്തമായി നിലകൊള്ളുകയും അതിനോട് കോംപ്രമൈസ് എടുക്കാതിരിക്കുകയും ചെയ്ത ഒരാൾ, സമരം എന്നാൽ എന്താണെന്ന് ജീവിതം കൊണ്ട് പഠിപ്പിച്ച ഒരാൾ. ആ മനുഷ്യനിൽ അനുരക്തരായിട്ടുള്ള ആളുകൾ, അതിൻ്റെ പിന്നാലെ നിൽക്കുന്ന ആളുകൾ, അത് കണ്ട് മോഹിച്ചു പോയ മനുഷ്യർ, അതിൽ ആകൃഷ്ടരായ ആളുകൾ, അതിൻ്റെ പേരിൽ ബഹുമാനം കൊണ്ട് കാണാൻ വരുന്നവർ, വിരുദ്ധ രാഷ്ട്രീയ ചേരിൽ നിൽക്കുമ്പോഴും ഹി വാസ് എ ട്രൂ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് കാണാൻ വരുന്ന ആളുകൾ നമ്മൾ കാണുന്നു. തെരുവിൽ നിൽക്കുന്ന എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരല്ല, CPIM-ന്റെ അംഗങ്ങളോ അനുഭാവികളോ സിമ്പതൈസേഴ്സോ ഒന്നുമല്ല. പക്ഷേ അവരെ കാത്തു നിൽക്കുന്നത് VS അച്യുതാനന്ദൻ ഈ കാലത്തിൻ്റെ നേതാവായിരുന്നുവെന്ന്, ഞങ്ങൾ ജീവിച്ച കാലത്ത് VS ഉണ്ടായിരുന്നുവെന്ന്, ആ VS അച്യുതാനന്ദൻ മടങ്ങി പോകുമ്പോൾ ഒരു നോക്ക് കാണുക എന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിയുന്ന മനുഷ്യരാണ് തെരുവുകൾ കാത്തു നിൽക്കുന്നതെന്ന് കാണണം. വലിയ വലിയ ജനക്കൂട്ടങ്ങളെ നമ്മൾ കാണുന്നു. അത് ഒരു ഏതെങ്കിലും പോയിന്റുകളിൽ ആളുകൾ കൂടി നിൽക്കുക മാത്രമല്ല, ആളുകൾ അതിൻ്റെ ഒപ്പമേ സഞ്ചരിക്കുന്നു എന്നത് കാണുക. അപ്പോൾ തിരുവനന്തപുരം നഗരം ഇപ്പോൾ ഈ നിലയ്ക്ക് കടന്നു പോകാൻ നോക്കിയാൽ ചുറ്റും ആളുകൾ മുദ്രാവാക്യങ്ങളുമായിട്ട് അതിൻ്റെ പിന്നാലെ കുടിയിരിക്കുകയാണ്. അപ്പോൾ VS എന്തുമാത്രം വലിയ ഹൃദയമന്ത്രമായിരുന്നുവെന്ന് ആളുകൾ പറയുന്നു. അയ്യോ VS താങ്കൾ പോവുകയാണോ എന്ന്. മുദ്രാവാക്യത്തിൻ്റെ വീറുണ്ടല്ലോ, ആ വീറൊരു ഘട്ടം കഴിയുമ്പോൾ VS താങ്കൾ ഞങ്ങളെ ഇട്ട് പോവുകയാണോ എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന സ്ത്രീകളെ നമ്മൾ കാണുന്നു. അത്ര വലിയ ഒരു ആശാഗോപുരമായി ഉയർന്നുന്ന മനുഷ്യൻ വിടവാങ്ങി പോകുമ്പോൾ VS അച്യുതാനന്ദൻ നിങ്ങൾ പോയാൽ പിന്നെ ആര് സംസാരിക്കുമെന്നുള്ള വേദന പങ്കുവെക്കുന്ന, നിരാശ പങ്കുവെക്കുന്ന ഡസൻ കണക്കിന് ആളുകളെ, 100 കണക്കിന് ആളുകളെ നമ്മൾ കാണുന്നു. അത് ദർബാർ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുമ്പോൾ വിളിക്കുന്ന മുദ്രാവാക്യത്തിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും അണിനിരക്കുന്നത് നമ്മൾ കാണുന്നു. VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഫിഗർ എന്തുമാത്രം വലുതായിരുന്നുവെന്ന്, നേതാവ് എന്തുമാത്രം വലിയ അടയാള മുദ്ര പതിപ്പിച്ച് കടന്നു പോകുന്ന ആളാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ അത്രമേൽ വൈകാരികമായ അന്തരീക്ഷം നാം ഇവിടെ കാണുന്നുണ്ട്. കേവല വൈകാരികതയ്ക്കപ്പുറത്തേക്ക് മനുഷ്യരുടെ മുഖത്ത് സമരവീര്യത്തിൻ്റെ അടയാളങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ പഠിപ്പിച്ച രാഷ്ട്രീയ പാഠങ്ങൾ പേറുന്നവർ ഞങ്ങൾ എന്ന മുഖഭാവത്തോടെ സധൈര്യവും വീരവുമായി മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളെ, ചെറുപ്പക്കാരെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് VS അച്യുതാനന്ദൻ എന്ന് പറയുന്നത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് മാത്രമായിരുന്നില്ല, അതിനപ്പുറം VS അച്യുതാനന്ദൻ കേരളത്തെ സമരം എന്തെന്ന് പഠിപ്പിച്ച ഒരാൾ, രാഷ്ട്രീയ പാർട്ടികളുടെ കള്ളികൾക്ക് പുറത്തേക്ക് ശരിയായ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ചാല് കീറിയ ഒരാൾ. അങ്ങനെ പലതരത്തിൽ പ്രസക്തനായ ഒരു മനുഷ്യൻ വിടവാങ്ങി പോകുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ മാത്രമല്ല, CPIM-ന്റെ അണികളോ സിമ്പതൈസേഴ്സോ മാത്രമല്ല, അല്ലാതെ എത്രയോ പേർ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനും ഇവിടെ കാത്തു നിൽക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ട കാര്യം. അപ്പോൾ 100 കണക്കിന് ആളുകൾ ഈ ബസ്സിന് ഇരുവശവും ഓരോ പോയിന്റിലുമായി കാത്തു നിൽക്കുന്നു. ഒന്നാമത്, ഒപ്പം ഒരു വലിയ ജനസഞ്ചയം ഈ വാഹനത്തിനൊപ്പം മുദ്രാവാക്യം വിളികളുമായി അദ്ദേഹത്തെ പിന്തുടരുകയും ചെയ്യുന്നുണ്ട്. VS അച്യുതാനന്ദൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വരുന്ന ഓരോ മനുഷ്യർക്കും അദ്ദേഹത്തെ ഓരോ ഏരിയ മുൻനിർത്തിയാണ് ഇഷ്ടം. അദ്ദേഹം സ്ത്രീകൾക്ക് വേണ്ടി ഇടപെട്ടയാളല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. അദ്ദേഹം പരിസ്ഥിതിക്ക് വേണ്ടി നിലകൊണ്ട ആളല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. നേരത്തെ നെൽവേർ തണ്ണീർത്തട നിയമത്തെക്കുറിച്ചും ഡേറ്റാ ബാങ്കിനെ കുറിച്ചൊക്കെ
സെയ്ദ് സൈനുലാബ്ദീൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പരിസ്ഥിതിക്ക് വേണ്ടി നിലകൊണ്ടു. അദ്ദേഹം എൻഡോസൾഫാൻ പ്രശ്നത്തിൽ ഇടപെട്ട മനുഷ്യനല്ലേ എന്ന്, പീഡിപ്പിക്കപ്പെട്ട പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി സധൈര്യം നിലകൊണ്ട ആളല്ലേ എന്ന്, കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നവരെ കയ്യാമം വെച്ച് തെരുവിലൂടെ നടത്തിക്കുമെന്ന് പ്രഖ്യാപനത്തിന് കിട്ടിയ കയ്യടിയെ ഓർക്കുന്ന കേരളത്തെ നമുക്കറിയാം. അതുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്നത് ആരായിരുന്നു ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോന്നാണ്. അദ്ദേഹം സകലമാന ജീവിത പ്രശ്നങ്ങളിലും ഇടപെട്ടു. കേരളത്തെ വർഗീയതയിൽ മുക്കാനുള്ള പുതിയ പരിശ്രമങ്ങൾ കാണുമ്പോൾ അതിന്റെ തുടക്കത്തിൽ ആവതുണ്ടായിരുന്ന കാലത്ത് കേരളം മുഴുവൻ വേച്ചുവേച്ച കാലികളുമായി നടന്നുകൊണ്ട് വർഗീയതയ്ക്കെതിരെ വലിയ പ്രസംഗങ്ങൾ നടത്തിയാണ് അദ്ദേഹം. ഇപ്പോഴത്തെ വലിയ സമുദായ നേതാക്കന്മാരെ തമ്പ്രാക്കന്മാരോട് ഇവിടെ വേണ്ട വർഗീയത വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹം സമവാക്യങ്ങളെ ഭയപ്പെട്ട ആളായിരുന്നില്ല. ഒറ്റുപോകുമോ ജനപ്രീതി എന്ന ഭയപ്പാടുണ്ടായിരുന്നില്ല വി എസ് അച്യുതാനന്ദന്. ധൈര്യം ഇടതുപക്ഷ രാഷ്ട്രീയം വിളിച്ചു പറയലാണ് ഉത്തരവാദിത്തം. അങ്ങനെ നിന്നതുകൊണ്ട് ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച ഒരാൾ. വി എസ് അച്യുതാനന്ദൻ എടുത്ത പൊസിഷന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു വോട്ട് കുറഞ്ഞോ? അദ്ദേഹത്തിന് ജനപ്രീതിയിൽ ഒരു അംശം കുറഞ്ഞോ? സകലമാന മതത്തിലുമുള്ള മനുഷ്യർ ചുറ്റും നിൽക്കുകയാണ് വി എസിന് അന്ത്യോപചാരം അർപ്പിക്കാൻ. അതുകൊണ്ട് ശരിയായ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവർ കൂടുതൽ ആദരിക്കപ്പെടുമെന്ന രാഷ്ട്രീയ പാഠം കേരളത്തിന് പകർന്നു കൊടുക്കുന്ന ഒരു നേതാവിനെ നമ്മളിവിടെ കാണുകയാണ്. വി എസിനെ പോലെ വി എസ് മാത്രമേ ഉള്ളൂ എന്ന് പറയാനുള്ള കാരണം വി എസ് അച്യുതാനന്ദൻ എടുത്ത രാഷ്ട്രീയ പ്രവർത്തന സംസ്കാരത്തിന്റെ തുടർച്ച നമുക്ക് പൂർണ്ണതോതിൽ കാണാൻ കഴിയില്ല. ഇപ്പോഴും സാമൂഹികമായ മാലിന്യങ്ങളോട് വിപത്കരമായ മൗനം അവലംബിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളെ കണ്ട് നിരാശപ്പെടുന്ന കേരളത്തിന്റെ മുന്നിലൂടെയാണ് ഉറക്ക സംസാരിച്ചിരുന്ന വി എസ് അച്യുതാനന്ദൻ മൗനമായി മടങ്ങിപ്പോകുന്നത് എന്നത് കാണണം സൈഫു. അതൊരു വലിയ കാഴ്ചയാണ്. വി എസ് ഒരു ഓർമ്മയായിരുന്നു. വി എസ് ഒരു സമരത്തിന്റെ തീയായിരുന്നു. അദ്ദേഹം കെട്ടണഞ്ഞു പോകുമ്പോൾ അണഞ്ഞു പോയിടത്ത് പകരം ഒരു തീ ഇപ്പോഴില്ല എന്ന യാഥാർത്ഥ്യം മലയാളി തിരിച്ചറിയുന്നുണ്ട്. ആ യാഥാർത്ഥ്യത്തിന് മേലെയാണ് വൈകാരികതയുടെ ഈ മുദ്രാവാക്യങ്ങൾ നാം ഉയർന്നുയർന്നേ കേൾക്കുന്നത്. തീർച്ചയായും വി എസിനൊപ്പം ഒരു കാലവും ഒരു സംസ്കാരവും കൂടിയാണ് മലയാളിയോട് രാഷ്ട്രീയ കേരളത്തോട് യാത്ര ചോദിക്കുന്നത്.